വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയിൽ ബി.ജെ.പി പരിഹസിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൌജ് എംപിയുമായ അഖിലേഷ് യാദവ്. ബി.ജെ.പി ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയായിരുന്നു പരിഹാസം. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ഇന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുണ്ട്. അവർക്ക് സ്വന്തം ദേശീയ അധ്യക്ഷനെ പോലും തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു അഖിലേഷിന്റെ പരാമർശം. ബില്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് അഖിലേഷ് യാദവ് ഉയർത്തിയത്. ഭരണപരാജയം മറച്ചുവെക്കാനാണ് ഓരോ തവണയും ബി.ജെ.പി പുതിയ ബില്ലുമായി വരുന്നതെന്ന് അഖിലേഷ് കുറ്റപ്പെടുത്തി. ആർക്ക് വേണ്ടിയാണ് ബില്ല് അവതരിപ്പിക്കുന്നത്? അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാത്തതിനേക്കാൾ ഏറ്റവും വലിയ അനീതി വേറെയില്ല. വഖഫ് ഭൂമികൾ ഏറ്റെടുത്ത് വിൽക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ബില്ലെന്നും അഖിലേഷ് ആരോപിച്ചു. രാഷ്ട്രീയം തനിക്ക് മുഴുവൻ സമയ ജോലിയല്ലെന്ന് പറഞ്ഞ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും അഖിലേഷ് പരിഹസിച്ചു. ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് രാഷ്ട്രീയം അദ്ദേഹത്തിന് പാർട്ട് ടൈം ജോലിയാണെന്നാണ്. കേന്ദ്ര നേതൃത്വം എന്താണ് അത്തരം പാർട്ട് ടൈം ജോലിക്കാരെ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തത്? രാഷ്ട്രീയത്തെ പാർട്ട് ടൈം ജോലിയായി കണക്കാക്കുന്നവർ ഈ പണിക്കിറങ്ങരുത്. ശരിയായ രാഷ്ട്രീയ സേവനമാണ്. അവർക്ക് 24 മണിക്കൂറും ഒരു ജീവിതകാലം മുഴുവനും തികയാതെ വരുമെന്നും അഖിലേഷ് കൂട്ടിച്ചേർത്തു.